പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പ്രിയൻചേട്ടനാ വരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അമ്മാവൻ ഉറങ്ങാൻ കുറെ വൈകി, അതാ ഞാൻ വരാൻ താമസിച്ചത്. അതൊന്നും സാരമില്ല. സോറി പാറു, നിന്നെ ഇങ്ങനെ ടെറസിൽ കിടത്തുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അമ്മാവന് വേണ്ടിയല്ലേ? അദ്ദേഹം ഇപ്പോ എന്റെയും കുടുംബത്തിന്റെ ഒരു ഭാഗമല്ലേ. മാത്രമല്ല എനിക്കിതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്റെ നാട്ടില് ഇങ്ങനെ പുറത്തു കിടന്ന് എനിക്ക് നല്ല ശീലമുണ്ട്. പക്ഷേ അവിടെ ഇത്രയും കൊതുകില്ല. അതിനുള്ള പ്രതിവിധിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇന്നിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കാം. ഇരിക്ക. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതൊക്കെ തന്നെ ധാരാളം. പ്രിയൻചേട്ടൻ പോയിക്കോ. അതെങ്ങനെ ശരിയാവും? താനിവിടെ ടെറസിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ താഴെ പോയി സുഖമായിട്ട് കിടക്കുക? ഭാര്യ ഭർത്താക്കന്മാര് എല്ലാ ബുദ്ധിമുട്ടുകളും പങ്കുവെക്കണമെന്നല്ലേ? അതിന് ഭാര്യയും ഭർത്താവും ആയില്ലല്ലോ. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ നീ എന്റെ ഭാര്യയായി കഴിഞ്ഞു. പ്രിയൻചേട്ടൻ പോവാൻ നോക്ക്. ആരെങ്കിലും എഴുന്നേറ്റ് പ്രിയൻചേട്ടൻ അവിടെ ഇല്ലെന്ന് കണ്ടാ ആകെ പ്രശ്നമാവും. ആരും എഴുന്നേക്കാൻ പോകുന്നില്ല. ഞാൻ രാവിലെ വരെ ഇവിടെ ഇരുന്നിട്ട് അമ്മ എഴുന്നേക്കാറാവുമ്പോ താഴേക്ക് പോവാം. പാറു സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. കിടന്നോ. അമ്മാവൻ നാളെ പോവൂ. കുറച്ചു ദിവസം കൂടി നിന്നിരുന്നെങ്കില് അമ്മയ്ക്ക് സന്തോഷാവുമായിരുന്നല്ലേ? അമ്മാവൻ എന്തിനാ വന്നതെന്നറിഞ്ഞ നിന്റെ ഈ സന്തോഷമൊക്കെ പോകുമെന്ന് എനിക്കറിയാം. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. നാളെ തന്നെ അമ്മാവനോട് ഞാൻ എല്ലാം തുറന്നു പറയും. വെറുതെ തുളസിക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നതും തെറ്റല്ലേ? ഇവനിതെവിടെ പോയി? പ്രിയ, പ്രിയ, എന്താ മാമ രാത്രി ടെറസിലോട്ട് പോന്നേ? പ്രിയനെ മുറിയിൽ കാണാനില്ല, അതാ അന്വേഷിച്ചിറങ്ങിയത്. ഇനിയിപ്പോ ടെറസിലും കൂടി നോക്കാനുള്ളൂ. അമ്മാവ, നീ ടെൻഷൻ അടിക്കേണ്ട മോഹന. നാളെ ഞാൻ കൈലാഷ് സാറിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിക്കോളാം. ആ ശരി ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അമ്മാവൻ എഴുന്നേറ്റോ? നിന്നെ കാണാത്തപ്പോ ഞാനൊന്ന് പേടിച്ചു.
എനിക്ക് മോഹന്റെ ഒരു കോള് വന്നു. അവിടെ വെച്ചെടുത്ത അമ്മാവന്റെ ഉറക്കം പോകല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് ആ വന്നതാ. ശരി, എന്നാ പോവാം. ആ, ആ. മോന് എന്നോടെന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നി. ശോഭയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ. ഈശ്വര, പാറുകൾക്ക് കല്യാണക്കാര്യം പറഞ്ഞ ആകെ പ്രശ്നവും. ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ നമുക്ക് നാളെ വിസ്തരിച്ച് സംസാരിക്കാം. അമ്മാവനെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടാക്കാം. അവിടെ വെച്ച് സമാധാനമായിട്ട് സംസാരിക്കാം. എന്നാ ശരി, വാ. അവിടെ തന്നെ നിന്നോ, ഞാനേ അങ്ങോട്ട് പോയിട്ട് അവിടേക്ക്. പ്രിയ, വരുന്നമ്മാവാ.